കാലഘട്ടത്തിൽ എൻ്റെ അമ്മ എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിരുന്നു. പക്ഷെ വേറൊരു കാലഘട്ടത്തിൽ എൻ്റെ സ്വത്വത്തെ തിരിച്ചു പറഞ്ഞ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഗ്യാപ്പ് വന്നിട്ടുണ്ട്. എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ഞാൻ തന്നെയായിരുന്നു. കാരണം എൻ്റെ ഇമോഷനുകളും എൻ്റെ സന്തോഷങ്ങളും ഒക്കെ ഒരു പരിധിവരെ എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള എനിക്ക് മാത്രമേ ലോകത്തുള്ളൂ എന്ന് വിചാരിച്ചു. പ്രത്യേക വൈബുള്ള ഒരാളാണ് വിജയ് സേതുപതി. ഇത് ഒരു അടിപൊളി ഒരു മനുഷ്യൻ എന്ന് പറയാം. അത്രയും സ്നേഹമുള്ളതാണ്. ഒരു സെറ്റിൽ വന്നാൽ ആദ്യം നമ്മളെടുത്ത് ചോദിക്കും, നീങ്ക സാപ്പിട്ടിയാ, എപ്പി ഇരിക്കീങ്ക, നല്ല ഇരിക്കാ, ഹാപ്പി താനെ. അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വന്നു. അപ്പം നമ്മളുടെ കൂടെ ഒരുപാട് പേര് ഫാമിലി ആയിട്ട് വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് അവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ അവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് രണ്ടുപേരെയും പലതരത്തിൽ മെന്റലി ഭയങ്കര ആത്മഹത്യ വരെ ചിന്തിക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മളെ ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ്, പണ്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ അറിയാലോ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ. എന്നെ ബസ്സിൽ നിന്നൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട്. പണ്ട് ഞാൻ മിമിക്രിയിൽ കളിക്കുന്ന സമയത്ത് പ്രോഗ്രാമിന്റെ വണ്ടി നമ്മൾ നിൽക്കുന്നിടത്ത് നിർത്തില്ല, അവർക്ക് എന്തോ നാണക്കേടാണ് ഞങ്ങളെ എന്നെയൊക്കെ വണ്ടി കയറ്റാൻ. അപ്പൊ മിമിക്രിയുടെ വണ്ടി കുറേ അങ്ങോട്ടും, അപ്പൊ ഞാൻ പിറകെ ഓടണം. അവർക്ക് എന്തോ ട്രാൻസ് കമ്മ്യൂണിറ്റിയോട് ഒരു അവജ്ഞത പണ്ടേ ഉണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് സൂര്യ ഏത് വിഷയത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ മിടുക്കി? പെട്ടു. പഠിക്കാൻ മിടുക്കിയായിരുന്നു? അല്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പരിപ്പോട എണ്ണയിൽ ഇട്ട് വറുത്ത് കുരിച്ച് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. കറിവേപ്പിലയുടെയും ഇഞ്ചിയുടെയും അതുപോലെ എന്താണ് മറ്റേ പെരിഞ്ചീരകത്തിന്റെ പരിപ്പ് ഇച്ചിരി പ്രശ്നമാണെങ്കിലും ഭയങ്കര ടേസ്റ്റിയാണ്. കട്ടൻ ചായയോട് കുടിക്കാൻ പറ്റിയ ഏറ്റവും വലിയ നല്ലൊരു സാധനം. ആണോ ആവോ? ധനുഷ്. മൈ ഫേവറേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. അടുത്ത ഗെയിം എന്ന് പറഞ്ഞത് മനപ്പൊരുത്തം സെഗ്മെന്റ് ആണ്. സത്യം ഏറെക്കുറെ നോക്കാം, ശ്രമിക്കാം. ഇതാണ് നമ്മുടെ മനപ്പൊരുത്തം റൗണ്ടിൽ വേണ്ട പ്രോപ്പർട്ടി ഐറ്റംസ് ആണ്. ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോളൂ. തോക്കാനായിട്ട് എന്ത് തന്നാലും വേണ്ടില്ല, എന്തായാലും ജയിക്കുന്നത് ഞാനായിരിക്കും. അത് അങ്ങനെയുള്ളൂ, പറയാൻ പറ്റില്ലല്ലോ. പറയാൻ പറ്റില്ല. അത് ഡസ്റ്റർ അതും വെച്ചോ, ഇടയ്ക്ക് നമുക്ക് വായിക്കണമെങ്കിലോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാല്, ഞാൻ ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് രണ്ടുപേരും കോപ്പി അടിക്കാൻ പാടില്ല. രണ്ടുപേരും കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതുക. എന്നിട്ട് ആൻസർ എങ്ങാനും തെറ്റിന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അതാണെങ്കിൽ അപ്പൊ പനിഷ്മെന്റ് തരും. അന്ന് പനിഷ്മെന്റ് ആയിട്ട് ഞാൻ ആ മധുരം തിന്നാൻ തരാം. അപ്പം അതേപോലെ തന്നെ 7 ഞാനിപ്പോ എത്ര ചോദ്യം ചോദിക്കാൻ പോണെന്ന് അറിയോ? 10 ഉണ്ട്. 10 ചോദ്യങ്ങളുണ്ട്. 10 എണ്ണത്തില് 7 കറക്റ്റ് ആൻസർ രണ്ടുപേരും ഒരുപോലെ ചെറുതായിട്ട് എഴുതണോ, എഴുതിയിട്ട് മാറ്റാൻ മതിയോ? ഓരോന്നും എഴുതുക, മൈക്ക്, അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഈ 10 എണ്ണത്തിൽ 7 കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് മൈൽസ്റ്റോൺ ഇവന്റ്സിന്റെ വക നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റ് തരും. പോരെ, ഒരു സൂപ്പർ ഗിഫ്റ്റ് ആണ്. മൈൽസ്റ്റോൺ ഇവന്റ്സ് എന്താണെന്ന് അറിയോ? പിന്നെ എന്തോന്ന് ഗിഫ്റ്റ് ഒക്കെ എന്തായാലും കുഴപ്പമില്ല, ഗിഫ്റ്റ് അല്ലേ. പൊതുവെ മലയാളികളുടെ ഒരു ഇതുണ്ടല്ലോ, ഓഫർ ഒന്ന് കേട്ടോ അങ്ങ് ചാടി വീഴുമോ. എനിക്ക് മൈൽസ്റ്റോൺ ഇവന്റ്സ് എന്ന് പറഞ്ഞാല് ഇനി നിങ്ങൾക്ക് വീട്ടിലോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലോ ആഘോഷം അത് എന്തുമായിക്കോട്ടെ, ഒരു 2 പേര് ചേർന്ന് കൂടുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് ബർത്ത്ഡേ പാർട്ടിയോ കല്യാണമോ ഇവന്റ്സോ കോർപ്പറേറ്റ് ഇവന്റോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഇനി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാനായിട്ട് മൈൽസ്റ്റോൺ ഇവന്റ്സിനെ ക്ഷണിക്കണം. മൈൽസ്റ്റോൺ ഇവന്റ്സ് വന്നിട്ട് സാധാരണ ഒരു ഇവന്റ് കമ്പനി പോലെ വെറുതെ അത് ഷൂട്ട് ചെയ്ത് വെറുതെ എടുത്തു തരികയല്ല. മൈൽസ്റ്റോൺ നമ്മൾ ഓൾറെഡി ഒരു യൂട്യൂബ് ചാനലാണ്. സോ വി നോ എങ്ങനെയാണ് കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് സാധനം ഷൂട്ട് ചെയ്യുക, അതിനുള്ള കറക്റ്റ് ഔട്ട് എങ്ങനെ തരണം, അങ്ങനെയും കൂടെ അറിയാവുന്നത് ആൾക്കാർ, അങ്ങനെ ട്രെയിനിങ് കിട്ടിയ ആൾക്കാരാണല്ലോ നമ്മുടെ ബാക്കിലുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ സംഭവം സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഔട്ടും കിട്ടും. അപ്പൊ ജയിച്ചേ പറ്റൂ, അവർക്കും പണി വരുന്നുണ്ട്. മൈൽസ്റ്റോൺ ഇവന്റ്സിന് ഒരു പണി വരുന്നുണ്ട്. റെഡി, ജയിക്കണം. ഇഷാൻ എന്തായാലും ജയിക്കുന്നുള്ള റെഡി ആയിട്ട് നിൽക്കാണ്. കോൺഫിഡന്റ് പോവോ? ഫസ്റ്റ് വൺ, മനപ്പൊരുത്തം സെഗ്മെന്റിലെ ആദ്യത്തെ ചോദ്യം. എല്ലാം വളരെ ഈസി ചോദ്യങ്ങളാണ്, കേട്ട് പേടിക്കണമെന്ന് വേണ്ട. ഇല്ല. ഓക്കെ, സൂര്യയുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഏറ്റവും കൂടുതൽ കെയറിംഗ് സ്വഭാവമുള്ളത് ആർക്കാണ്? പെട്ടു, ഇഷാൻ പെട്ട്. ഞാൻ എഴുതണോ ആൾ എഴുതണോ? അല്ല, ഇഷാനും എഴുതണം. സൂര്യയുടെ ഫ്രണ്ടില് ആർക്കാണ് ഏറ്റവും നല്ല കെയർ ചെയ്യുന്ന ഫ്രണ്ട് ആരാന്ന്? കോപ്പി അടിക്കരുത്. ഇല്ല. പേരെഴുതി. ഓക്കെ, എന്നാ രണ്ടുപേരും ഒരുമിച്ച് കാണിച്ചേ നോക്കട്ടെ. അയ്യോ, കുറച്ച് വലുതായിട്ട് എഴുതട്ടെ. ഇഷാൻ
അവിടെ പറഞ്ഞു ഫ്രണ്ട് ഇല്ലാന്ന്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇല്ല. ഇല്ല. അപ്പൊ അവിടെ ശരി, ഒന്ന് തോറ്റ്. 2 പോട്ടെ. പനിഷ്മെന്റ് ആയി. തുടങ്ങുമ്പോ തന്നെ പനിഷ്മെന്റ്. പ്രൊഡ്യൂസർ സർ എന്ത് പനിഷ്മെന്റ്? കെയറിങ് മായ്ക്കണം. അപ്പോൾ കണ്ടില്ലേ ഇഷാൻ, ഇഷാൻ ഒരു ഫ്രണ്ട് ആയിട്ടല്ല കാണുന്നത്. എന്തുകൊണ്ടാണ് സൂര്യ? ഫ്രണ്ട്സുകൾ ഇല്ല. എനിക്ക് അങ്ങനെ എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ഞാൻ തന്നെയായിരുന്നു. കാരണം എൻ്റെ ഇമോഷനുകളും എൻ്റെ സന്തോഷങ്ങളും ഒക്കെ ഒരു പരിധിവരെ എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള എനിക്ക് മാത്രമേ ലോകത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പലവരും പല ഇമോഷനിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. അപ്പൊ അവരൊന്നും എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് കൺസിഡറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കാലഘട്ടത്തിൽ എൻ്റെ അമ്മ എൻ്റെ ഒരു നല്ല ഫ്രണ്ട് ആയിരുന്നു. പക്ഷെ വേറൊരു കാലഘട്ടത്തിൽ എൻ്റെ സ്വത്വത്തെ തിരിച്ചു പറഞ്ഞ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ പലതും തുറന്നു പറയുവാനും നമ്മളെ പറയാതെ തന്നെ മനസ്സിലാക്കുവാനും ഒക്കെ ആ ഒരു കുട്ടിക്കാലം മുതൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും വേദനാജനകമായിട്ടാണ്. പിന്നെ ദൂരെ നിന്ന് അവരൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിക്കുന്ന കാണുമ്പോൾ അത് തന്നെ ഞാൻ എന്നോട് അങ്ങനെ സംസാരിക്കുവാനും എന്നോട് ഫ്രണ്ട്ഷിപ്പ് കൂടാനാണ്. ഏതായാലും വിവാഹം വരെയും അങ്ങനെയായിരുന്നു. ഇപ്പൊ ഉള്ളൊരു ഈ ഒരു സമയമായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ചിന്തിച്ചില്ല. ശരിക്കും സൗഹൃദം ഇല്ലാന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സൗഹൃദം ഇല്ല. ചിക്കും ഫ്രണ്ട് ഇല്ല, എനിക്കും ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലെ ആൾക്കാരില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മളൊരു ഫാമിലി എന്നുള്ളത് കൊണ്ട് ആ ഒരു വാക്ക് ഉപയോഗിക്കാൻ. ശരി, അപ്പൊ എന്തായാലും എന്താന്നൊക്കെ പറഞ്ഞാലും നമ്മൾ പനിഷ്മെന്റ് തരും. പനിഷ്മെന്റ് എന്താന്ന് വെച്ചാൽ സൂര്യയോട് തന്നെ ചോദിക്കട്ടെ, എങ്ങനെയാണ് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കുന്നത്? ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാൻ അറിയാമെന്ന് നോക്കട്ടെ. അതറിയാലോ. ചെമ്മീൻ അച്ചാർ പലതരത്തിൽ ഉണ്ടാക്കാം. പക്ഷെ സൂര്യാസ് മാജിക് ഉണ്ട്, കുറച്ച് മാജിക്കൽ സാധനങ്ങളുണ്ട്. അതെനിക്ക് ഇവിടെ പറഞ്ഞു തന്നെ എന്റെ കച്ചവടം മുടങ്ങും. സാധാരണ 2 തരത്തിലെ ചെമ്മീൻ ഉണ്ടാക്കും. ചിലവര് അത് വറുത്ത് പൊരിക്കും. അപ്പൊ ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നടുകെ കീറിയിട്ട് നട്ടലിലുള്ള അഴുക്കൊക്കെ കളഞ്ഞിട്ട് അതിന്റെ കൊമ്പും പാലും ഒക്കെ എടുത്ത് കളഞ്ഞ് ചെമ്മീനെ മാത്രം സുന്ദരിയായിട്ട് എടുക്കുക. ടൈഗർ ചെമ്മീൻ എടുക്കരുത്, കുഞ്ഞു ചെമ്മീൻ എടുക്കുക. കുഞ്ഞു ചെമ്മീനാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പൊ കുഞ്ഞു ചെമ്മീൻ വൃത്തിയാക്കുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടൊരു കാര്യമാണ്. അത് കടയിൽ തന്നെ കൊടുത്ത് വൃത്തിയാക്കി മേടിച്ചാൽ നല്ലത്. അപ്പൊ അത് വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ശേഷം നന്നായിട്ട് നമ്മൾ കഴുകുക. ശകലം വിനാഗിരി ഒഴിച്ച് കഴുകിയാൽ അതിന്റെ ഒരു സ്മെല്ലും ഇതൊക്കെ മാറിയിട്ട് നന്നായിട്ട് നമുക്ക് കിട്ടും. കഴുകിയെടുത്ത കൊഞ്ചില് അല്പം ഇങ്ങനെ മഞ്ഞപ്പൊടി ഇട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പെരട്ടിയെടുത്ത് അവിടെ വെച്ചേക്കാം. അവള് റെസ്റ്റ് എടുക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഇൻഗ്രീഡിയൻസ് വേറെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചെറുതാ കുനുകുന അരിഞ്ഞത്. ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ചതച്ചും വെക്കാം. അത് കല്ലിൽ ചതച്ചിട്ടാണ്, മിക്സിയിൽ അരക്കരുത്, വെള്ളമായി പോവും. അപ്പൊ കല്ലിൽ ചതച്ചിട്ടാണെങ്കിൽ അത് വെക്കാം. പിന്നെ പച്ചമുളക്, കുറച്ച് വിനീഗർ, മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ഇത്രയും ഉണ്ടാക്കി വെച്ചതിന് ശകലം വിനാഗിരി ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഞാൻ എപ്പോഴും അച്ചാറില് കുത്തുമുളക്, നമ്മുടെ വറ്റൽ മുളക് പൊടിച്ചത് കുത്തുമുളക് ചേർക്കാറുണ്ട്. അപ്പൊ അതും കുറച്ച് വെക്കാം. ചതച്ച മുളക് ചേർക്കാറുണ്ട്. അപ്പൊ ചതച്ചതെന്ന് പറയുമ്പോൾ പച്ചമുളക് ചതച്ചത് കൊണ്ട് ഇത് ഉണക്കമുളക് ചതച്ചത്. ഓക്കെ, ഇത് ഇത്രയും ചേർക്കാറുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് ആ മാറ്റി വെച്ചിരിക്കുന്ന റെസ്റ്റ് ചെയ്ത ആളിനെ വിളിച്ചുണർത്തി നന്നായിട്ടൊന്ന് നമുക്ക് എന്ത് ചെയ്യുക, അതിനെ ഒന്ന് തോർത്ത് എണ്ണയിലിട്ട് വറുത്തെടുക്കുക. നന്നായിട്ട് ഫ്രൈ ആകരുത്. ടൂ മച്ച് ഫ്രൈ ആയി പോയാൽ റബ്ബർ പോലെ ആയിപ്പോവും. അപ്പൊ ഒരു ഇളം ഫ്രൈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുക എന്ന് നമ്മൾ പറയും. അതിനെ ഒന്ന് തോർത്താൻ വെച്ചതിന് ശേഷം ആ എണ്ണയിൽ തന്നെ കടുക്, പച്ചമുളക്, ഈ ചതച്ചു വെച്ചിരിക്കുന്നതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഈ കുത്തുമുളകും കൂടി ഇട്ട് വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഇത് സ്റ്റൗ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഈ ചെമ്മീൻ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി ഓണാക്കിയതിന് ശേഷം അതിൽ വരട്ടിയെടുക്കുക. ഈ വരട്ടിയെടുക്കുന്ന പരുവത്തിലാണ് ഇതിന്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാകുന്നത്. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ്, എപ്പോഴും അച്ചാറിന് ഉപ്പ് നമ്മൾ കുറച്ചിടരുത്, ഒരു പൊടി കൂടുതൽ ഇടണം എന്ന്. നേരത്തെ ഉപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക, ഉപ്പിടുമ്പോൾ രണ്ടും തെറ്റി പോവാതിരിക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും വെച്ച് വാഴയിലയിൽ മൂടി വെക്കുക. പിറ്റേന്ന് രാവിലെ എടുത്ത് നോക്കും, രുചിയായിരിക്കും. അച്ചാറിന്റെ ടേസ്റ്റിനേക്കാളും ഏറ്റവും നല്ലത് അതിന്റെ മണം. പിന്നെ ഇത് സാധാരണ ചെമ്മീൻ അച്ചാർ സൂര്യ ഉണ്ടാക്കുമ്പോൾ സൂര്യയുടെ ഒരു പൊടിക്കൈ അതിൽ ചേർക്കാറുണ്ട്. അത് പറഞ്ഞു തരൂല, ആരെന്തെന്നൊക്കെ ചോദിച്ചാലും പറഞ്ഞു തരൂല. അത് ഞാൻ തന്നെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ അത് വറുത്ത് പൊടിച്ച് ഞാൻ ഉണ്ടാക്കുന്ന ഒരു മസാലയാണ്. അതൊരു മാജിക് മസാല എന്നാണ് ഞാൻ പൊതുവെ വീഡിയോയിൽ പറയാറുള്ളത്. അത് എന്റെ മാത്രം, അത് പറഞ്ഞു വന്നു അന്ന് എനിക്ക് ബിസിനസ് നടക്കില്ല. ഞാൻ തോന്നുന്നു ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശ് വരെ ഞങ്ങള് ഓൾ ഇന്ത്യയിൽ സർവീസ് ചെയ്തിട്ടുണ്ട് എന്റെ അച്ചാറ്. പിന്നെ വിദേശ രാജ്യങ്ങളിലും പലരും ഗൾഫിൽ പോകാനൊക്കെ അച്ചാർ ഉണ്ടാക്കാം. അങ്ങനെ പലതരത്തിലുള്ള അച്ചാറുകൾ ഉണ്ടായിട്ടുണ്ട്. ചിക്കൻ അച്ചാറൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്ന ഞാനായിരുന്നു. ഇപ്പഴല്ലേ 2 വർഷമായില്ല പൊന്നു, നമ്മളത് 2 വർഷത്തിന് മുന്നേ കൈവീശി വന്നപ്പോ ഓരോ കയ്യിൽ അത് കൊണ്ടുവരായിരുന്നു.
ഇപ്പൊ ഉണ്ടാക്കിയിട്ടില്ല. അതിനുള്ള ടൈമില്ലല്ലോ, ഇപ്പൊ ബ്രഷ് പിടിക്കാനുള്ള ടൈം. അച്ചാറുണ്ടാക്കാത്ത സമയമില്ല. സമയമില്ല. ഓക്കെ, ശരി, നമുക്കിനി പെട്ടെന്ന് പോവാം. അടുത്ത ചോദ്യം. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു വിഷയത്തിൽ നന്നായി തല്ലുകൂടുന്നു. ഓക്കെ, രണ്ടുപേരില് ഒരാളുടെ ചോയ്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോ അതിൽ ആരുടെ ചോയ്സ് ആയിരിക്കും എപ്പോഴും നിങ്ങൾ തിരഞ്ഞെടുക്കുക? പേരെഴുതുക, ഉത്തരം ഒന്നും പറയരുത്. നോക്കട്ടെ എത്രത്തോളം തമ്മിൽ അറിയാം. എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇഷാന്റെ കാണട്ടെ. സൂര്യ കറക്റ്റ് ആയിട്ട് വന്നു. എന്ത് പറഞ്ഞാലും അവസാനം ഞാൻ പറയുന്നതിലേക്ക് ഓക്കെ പറയും. ആണോ? പിന്നെ അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ പറയാ, ഈ സോറി പറയുന്നത് ഞാൻ എല്ലാത്തിനും സോറി പറയുന്ന, എന്തിനിപ്പോ ഇക്ക ചെയ്താലും ആര് ചെയ്താലും സോറി പറയുന്നത് ഞാൻ. പക്ഷെ എല്ലാത്തിലും സോറി ഞാൻ, പക്ഷെ കാര്യം ജയിക്കുന്നത് എന്റേതായ. ഞാൻ സോറി ഒന്നും പറയാറില്ല, വെറുതെ ആവശ്യമില്ലാണ്ട് സോറി പറഞ്ഞ കാര്യമില്ലല്ലോ. ഇത് തോട്ടത്തിന് പിടിച്ചതിനൊക്കെ സോറി പറയും. ഇരിക്കട്ടെ വെറുതെ. താങ്ക്സ് പറഞ്ഞ ഇനിയും നന്നായിരുന്നു. ഒരെണ്ണം ശരിയായില്ലേ? ഒരെണ്ണം ശരിയായി. ഇറേസ് ചെയ്തോ. അടുത്ത ചോദ്യം. ഓക്കെ, റെഡി? നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ചായക്കടയിൽ പോകുന്നു. അവിടെ ഉഴുന്നുവട, പരിപ്പ് വട ഒക്കെ, വേറെ എന്തൊക്കെ വടകളുടെ പേരറിയാം? ഓക്കെ, സവോള വട, പക്കാവട, ഇത്രയാണ് അവിടെ ഉള്ളത്. ഈ നാലെണ്ണേ ഉള്ളൂ. ഉഴുന്നുവട, പരിപ്പ് വട, സവോള വട, പക്കാവട. സമോസ വേണ്ട, ഈ വടകളുടെ പേര് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വട സ്പെഷ്യൽ സ്റ്റോറിൽ പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് 4 എണ്ണം ഉണ്ട്. അതില് ഇഷാൻ സെലക്ട് ചെയ്യുന്നത് ഏതായിരിക്കും? ഓ ഗോഡ്, എന്റേത് പറഞ്ഞുവിടായിരുന്നു. ഇല്ല, പറ്റൂല. ഇഷാനുള്ള സമയമാണ്. ഇഷാൻ ഉഴുന്നുവട, ഇഷ്ടപ്പെട്ടത് ഏതായിരിക്കും? പരിപ്പ് വട, സവോള വട, പക്കാവട. പക്കാവട. ഓ, ഒരു ഡൗട്ട് ഉണ്ടല്ലോ. പെട്ടെന്ന് ഗെയിം ഒക്കെ കളിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് സംസാരിക്കാൻ. നോക്കട്ടെ. അയ്യോ, ഞാൻ ഇത് കുറെ എഴുതുന്നുണ്ടല്ലോ. ഇല്ല ഞാൻ എഴുതിയില്ല. നോക്കട്ടെ. സൂര്യന് ഇഷാന്റെ കൂടെ പക്കാവടയും സവാള വടയും കഴിക്കാൻ പോയാലല്ലേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. പരിപ്പ് വട സൂര്യ പറഞ്ഞു, സവാള വട പോയി മോളെ. ഇത് മൈൽ സ്റ്റോൺ ഇവന്റ്സിന്റെ മൈൽ ഇവന്റ്സും അങ്ങോട്ട് വരെ. സോറി, ഇനിയുണ്ടല്ലോ 7 എണ്ണം ഇല്ലേ? എന്താ വെച്ചാലേ സൂര്യ എഴുതിയ കറക്റ്റാണ്. ഞാൻ തുടക്കം ഇവിടെ എന്റെ ലൈഫിൽ വന്ന് ഞാൻ പരിപ്പോളിയാണെന്നും കഴിച്ചോണ്ടിരുന്നത്. സവാള വടയിലേക്ക് മാറിയത് ഞാൻ അറിഞ്ഞില്ല. അസിഡിറ്റിയുടെ പ്രശ്നം വന്നതിന് ശേഷം പരിപ്പോടെയാണ് ഇഷ്ടം. ഈ പറഞ്ഞ വടയില് ആ പരിപ്പോടെയാണ് ഞാൻ കഴിക്കുന്ന ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. സവാള വട എന്താ എഴുതിയെന്ന് എനിക്കറിയില്ല. അവിടെ ചീറ്റ് ചെയ്തതാണ് ഇഷാൻ. അതുകൊണ്ട് ഇഷാനാണ് പനിഷ്മെന്റ്. അല്ല, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ലല്ലോ, ഒരെണ്ണം തെറ്റണ്ടേ? ഒന്നും വേണ്ട. അപ്പൊ പനിഷ്മെന്റ് എന്തായാലും ഇഷാനാണ് ചീറ്റ് ചെയ്തോണ്ട്. അതുകൊണ്ട് എന്താണെന്നറിയോ, പരിപ്പ് വടയെ കുറിച്ച് നിർത്താതെ 1 മിനിറ്റ് പറയാം. പെട്ടെന്ന് ടാസ്ക് തന്നെ അപ്പൊ തന്നെ പറയണം. പരിപ്പോട എണ്ണയിൽ ഇട്ട് വറുത്ത് മുരിച്ച് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. കറിവേപ്പിലയുടെയും ഇഞ്ചിയുടെയും അതുപോലെ എന്താണ് മറ്റേ പെരിഞ്ചീരകത്തിന്റെ പരിപ്പ് ഇച്ചിരി പ്രശ്നമാണെങ്കിലും ഭയങ്കര ടേസ്റ്റിയാണ്. കട്ടൻ ചായയോടെ കുടിക്കാൻ പറ്റിയ ഏറ്റവും വലിയ നല്ലൊരു സാധനം. ഇത്രയും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഞാൻ എഴുതിയത്. ആ പറഞ്ഞേല് പക്ഷെ അസിഡിറ്റി കാരണമാണെന്ന് ഒഴിവാക്കിയത്. ഓക്കെ, ശരി. ഓക്കെ, അടുത്ത ചോദ്യം പെട്ടെന്ന് വരുന്നു. ഉത്തരം പെട്ടെന്ന് എഴുതിക്കോണം. സൂര്യ മേക്കപ്പ് ചെയ്ത ആർട്ടിസ്റ്റുകളിൽ ഇഷാന് പലതവണ അഭിനന്ദിച്ചിട്ടുള്ളത് ആരുടെ മേക്കപ്പ് ചെയ്തപ്പോഴാണ്? ഇഷാൻ അഭിനന്ദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ശരി ഇഷാൻ. കാണട്ടെ. മമത. മമത തന്നെ ആൻസർ കറക്റ്റ്. അതെനിക്ക് അറിയായിരുന്നു എന്തായാലും അങ്ങനെ എഴുതുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. അടുത്തിടെ ചോദിച്ചോട്ടെ, അടുത്തിടെ കണ്ട ഏത് സിനിമയ്ക്ക് തിയേറ്ററിൽ പോയപ്പോഴാണ് സൂര്യ അവിടെ നിന്ന് പോപ്കോൺ വാങ്ങിച്ച് കഴിച്ചത്? അതല്ല, ഇത് ചോദ്യമല്ല. ഏത് സിനിമ കണ്ടതെന്ന് അറിയണം. അതിന് വേണ്ടിട്ടുള്ള ഒരു കുറുക്ക് തൊട്ടടുത്തുള്ള സിനിമയാണ്. ഇതിപ്പോ എന്ത് എഴുതണമെന്നാണ് ഞാൻ പോയപ്പോഴാണെന്ന് ഓർത്താ മതി. ഏത് സിനിമയുടെ പേര് എഴുതിയാ മതിയോ? മതി മതി. അയ്യോ, നമ്മള് ലാസ്റ്റ് കണ്ട സിനിമ കാണട്ടെ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഈ കാണട്ടെ. മഹാരാജ. അതെന്നെ, എനിക്ക് ഓർമ്മ തെറ്റിയില്ല. ഞങ്ങൾ ഒരു ദിവസം 3 സിനിമയൊക്കെ കാണും, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്. അതുകൊണ്ട് കൺഫ്യൂഷൻ. ഈ മഹാരാജ കണ്ടതിന്റെ അന്ന് തന്നെ നമ്മൾ ഉള്ളൊഴുക്ക് കണ്ടു, പിന്നെ വേറെന്ത് കണ്ടു? ഈ രണ്ടുമാണ് അന്ന് കണ്ടത്. കൺഫ്യൂഷൻ. കാരണം പോപ്കോൺ ഞാൻ വാങ്ങാറില്ല. ലാസ്റ്റ് കണ്ട മഹാരാജ കറക്റ്റ്. അപ്പൊ അതും കറക്റ്റ് ആൻസർ ആണ്. നിലവിൽ ഇപ്പൊ 2 മാർക്കേ പോയിട്ടുള്ളൂ. 1 മാർക്കും കൂടെ 2 എണ്ണം കൂടെ കളയാന്നുള്ളതാണ് എന്റെ ഇന്റൻഷൻ. നല്ലേ ഞങ്ങൾ ജയിക്കുള്ളൂ. ഓക്കെ, റെഡി? അടുത്തത്. സൂര്യയെ ഒരു സിനിമയിൽ നായികയായി ക്ഷണിക്കുന്നു എന്ന് കരുതുക. ഓക്കെ, നായകനായിട്ട് വരുന്നത് ഒരു തമിഴ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ സൂര്യയുടെ മനസ്സിലേക്ക് വരുന്ന തമിഴ് ആർട്ടിസ്റ്റ് ആരായിരിക്കും? മറുപടി. അപ്പൊ ആരോ ഉണ്ട് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇഷ്ടമുള്ള ഒരു ആക്ടർ ഉണ്ട്. ആണോ? നോക്കട്ടെ ഇഷാൻ എന്താ പറയണേന്ന്. അറിയാന്തോ ദൈവമേ,
അതല്ലേ രണ്ടുപേരും എഴുതാൻ പാടുണ്ട്. രണ്ടുപേരില്ല, ഒരാള്. ഒറ്റ പേര്. എന്നാ തന്നെ തന്നെ ഒന്നേ എഴുതാവുള്ളൂ. ദൈവമേ, മാറ്റില്ലേ, വേറെ ആരോടും ഞാൻ അഭിനയിക്കില്ല. ചിക്ക ആദ്യം കാണല്. റെഡി? കാണിക്കട്ടെ? ഓക്കെ. ആണോ ആവോ? ധനുഷ്. ധനുഷ് മൈ ഫേവറേറ്റ്. എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്, അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ ആളുടെ പുതിയ പടം പോയി കാണും അങ്ങനെയൊന്നുമില്ല. അതിപ്പോ പുതിയ രായന ഇറങ്ങി ഞാൻ കണ്ടൊന്നുമില്ല, പക്ഷെ ആളെ ഭയങ്കര ഇഷ്ടമാണ്. എന്താന്ന് അറിഞ്ഞൂടെ, പണ്ട് മുതലേ പറയും ധനുഷിന്റെ പടം കാണാൻ, അതുകൊണ്ട് എന്നെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോകില്ലേ. എനിക്ക് അത്ര ധനുഷിന്റെ ഫാനാണ്. ഓവറായിട്ട് പറയുന്നോണ്ട് അങ്ങോട്ട് കുറച്ചു. ഞാൻ പിന്നെ ധനുഷിന്റെ അമ്മയായിട്ടെങ്കിലും അഭിനയിക്കാൻ വയസ്സാകുമ്പോ എനിക്കൊരു വേഷം കിട്ടണേ. അപ്പൊ ഇഷാൻ ആദ്യം ആരുടെയോ വേറെ ആരുടെയോ പേര് എഴുതിയിട്ട് ഇറേസ് ചെയ്തിട്ടാണ് ഇപ്പൊ എഴുതിയത്. ആദ്യം എഴുതിയത് വിജയ് സേതുപതിയാണ്. വിജയ് സാറിന് ഭയങ്കര, ഞാൻ ഇപ്പൊ മഹാരാജ സിനിമ ഞാൻ വർക്ക് ചെയ്ത സിനിമയാണ്. മമത ചേച്ചിക്ക് അതിലെ മേക്കപ്പ് ഞാനായിരുന്നു. അപ്പൊ മഹാരാജയുടെ സെറ്റിൽ പോയതിനു ശേഷമാണ് വിജയ് സേതുപതി സാറുമായിട്ട് പരിചയമായത്. ഞാൻ ഒരുപാട് സിനിമ സെറ്റിൽ പോയിട്ടുണ്ട്, ഒരുപാട് സിനിമ അല്ല ഈ ആർട്ടിസ്റ്റ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ആ ഒരു സമയം മുതൽ, ഞാൻ കോമഡി ആർട്ടിസ്റ്റ് ആയിരുന്ന സമയം മുതൽ ഒത്തിരി ആർട്ടിസ്റ്റുകളെ കണ്ട് പഴകിയതാ. പക്ഷെ എന്തോ ഒരു പ്രത്യേക വൈബുള്ള ഒരാളാണ് വിജയ് സേതുപതി. ഇത് ഒരു അടിപൊളി ഒരു മനുഷ്യൻ എന്ന് പറയാം. ചിലപ്പോ നമ്മൾ കാണുന്ന, പറയൂലേ, നമ്മൾ വെറുതെ കാണുന്ന സംസാരം അതല്ല. ആളല്ലാതെ ഇരിക്കുമ്പോൾ ചെന്ന് സംസാരിക്കണം. സിനിമ കഴിഞ്ഞ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഒരു 6 മാസം, ഒരു വർഷം അടുപ്പിച്ചിട്ടായി അടുത്ത പ്രൊമോഷൻ വർക്ക് വന്നത്. ഈ ഒരു വർഷം കഴിഞ്ഞ് വന്നപ്പോഴും എൻ്റെ പേര് ഓർമ്മയുണ്ട്. അതിന് ആൾക്ക് അങ്ങനെയൊന്നും വേറൊരു ആർട്ടിസ്റ്റിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഓർത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയ്ക്കും മെമ്മറിയാണ്, അത്രയും സ്നേഹമുള്ളതാണ്. ഒരു സെറ്റിൽ വന്നാൽ ആദ്യം നമ്മളെടുത്ത് ചോദിക്കും, നിങ്ങൾ സാപ്പിട്ടിയാ, എപ്പി ഇരിക്കീങ്ക, നല്ല ഇരിക്ക, ഹാപ്പി താനെ, ഇങ്ങനെ ചോദിച്ചിട്ട് വെറുതെ ചോദിക്കേണ്ട ആവശ്യമൊന്നും ആൾക്കില്ല. നമ്മളെ കണ്ടില്ലെങ്കിൽ ചോദിക്കുന്ന ആളെവിടെ പോയി, അപ്പം ക്യാരവാനിലുണ്ട്, ശരി, അങ്ങനെ തിരക്കുന്ന ഒരു ആർട്ടിസ്റ്റ്. അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വന്നു. ഞങ്ങള് ദുബായിലൊക്കെ പ്രൊമോഷന് പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു അണ്ണൻ എന്നുള്ളൊരു സ്നേഹം എനിക്ക് വിജയ് സേതുപതി സാറിനോടുണ്ട്, ഇഷ്ടമുണ്ട്. അഭിനയിക്കാനൊന്നും താല്പര്യമില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യെസ്, അത് കഴിഞ്ഞു. ഓക്കെ, അടുത്ത ചോദ്യം. സൂര്യയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ട്രോമ അതെന്തായിരിക്കും? എന്നാലും ഏറ്റവും വലുത്, ഏറ്റവും വളരെ മോശമായിട്ടുള്ള ഒരു ക്രൈസിസ് എപ്പോഴാണെങ്കിലും ലൈഫിലാണ് ഞാൻ ചോദിക്കുന്നത്, ജീവിതത്തിൽ. അത് കല്യാണത്തിന് മുമ്പോ കല്യാണത്തിന് ശേഷം, അങ്ങനെ ഏതെങ്കിലും ഒന്ന് പറയൂ. കല്യാണത്തിന് ശേഷം എന്ന് പറഞ്ഞാല് നമുക്ക് രണ്ടുപേർക്കും മനസ്സിലാവും. കല്യാണത്തിന് മുമ്പ് പലതും ഇക്കൊക്കെ അറിയില്ല എന്നാ. അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല? സംസാരിക്കാറുണ്ട്, പക്ഷെ ഈ ചില റോമുകൾ, വലിയ വലിയ റോമുകൾ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. നമ്മളൊന്നും വിചാരിക്കാൻ പറ്റാത്ത അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ സമ്മതിക്കില്ല. എന്നാലും ഞാൻ പറയുന്നത് ഞാൻ ചെയ്തു തരാം. പക്ഷെ ഗിഫ്റ്റ് എന്താന്ന് വെച്ചാൽ എനിക്കും കുറച്ച് ഷെയർ ചെയ്യണം. അതൊന്നും കുഴപ്പമില്ല, ശരിയാ. എന്നാ ഓക്കെ, കല്യാണത്തിന് ശേഷം അതെങ്ങനെ എഴുതേണ്ടേ? അതിന് സൂര്യക്ക് മാത്രമായിട്ട് ഉണ്ടായതാണ്, നമുക്ക് രണ്ടുപേർക്കും കൂടി ഉണ്ടായതാണ് എഴുതുന്നത്. ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ പറയില്ല. അപ്പൊ എഴുതും, കോപ്പി അടിക്കില്ലേ? ഇല്ല, അതൊരു കാര്യമേ ഉള്ളൂ. അതിന് ഞാന് പേരൊന്ന് മെൻഷൻ ചെയ്യാതെ എഴുതണമെങ്കിൽ അത് പാരഗ്രാഫ് പോലെ ഒന്നും എഴുതരുത്, ഒറ്റ ലൈനിൽ എഴുതി തീർക്കണം. ലൈനിൽ എഴുതാനല്ല, ഒരു ലൈനിൽ അതെന്താ സംഭവം എന്നുള്ള പേരോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് ബാക്കി നമുക്ക് സംസാരിക്കാം. എന്താന്ന് വെച്ചാൽ അത് മാത്രം ഒന്ന് എഴുതിയാൽ മതി, അല്ലാതെ നിങ്ങൾ കുറെ എഴുതണ്ട. അതെങ്ങനെ എഴുതുന്നുള്ളതാണ്. പേര് എന്തെങ്കിലും എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതാം, ഒരേ ഒരു ലൈൻ. കൂടുതൽ എഴുതിയാൽ മാർക്ക് കൂടുതൽ കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു. ഇതങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. ഈ കുട്ടീനെ എഴുതാനും പഠിപ്പിക്കണോ? എഴുതാറില്ല, ഞാൻ എഴുതാറ്. അല്ല, ഈ ആണല്ലേ എല്ലാ ജോലിയും വിഷയം തന്നെയല്ലേ? എഴുതുന്നൊക്കെയാണ്, ക്ഷമയില്ല. നിങ്ങൾ എന്ത് SR 5 മാർക്കിന്റെ ചോദ്യമല്ല, 1/2 മാർക്കിന്റെ ചോദ്യ. മതി. എന്താണ് ഇത്ര നേരം എഴുതിയാ നോക്കട്ടെ. സൂര്യ കാണിച്ച് ഇതെന്തോന്ന് എഴുതിയത്? മക്കളുടെ ഭാഗത്തുനിന്നുള്ള അറ്റാക്ക്. ഓക്കെ. ഫാമിലി എന്ന രീതിയിൽ ആളുകളിൽ നിന്നുണ്ടായത്. രണ്ടും സെയിം. മക്കളെന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാവാത്ത, എൻ്റെ ലൈഫിൽ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ നമ്മൾ കുറേ മക്കളായി സ്വീകരിക്കും. ഞങ്ങളെ പോലുള്ളവർക്ക് ഷെൽട്ടറോ
വീടൊന്നും ഇല്ലായിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴാണ് എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് ലൈഫിൽ പോകുന്നത്. ഗവൺമെന്റ് പോലും സപ്പോർട്ടല്ല. അപ്പൊ നമ്മളുടെ കൂടെ ഒരുപാട് പേര് ഫാമിലി ആയിട്ട് വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വിഷമങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അവര് സോഷ്യൽ മീഡിയയിൽ അവർക്ക് അവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ അവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് രണ്ടുപേരെയും പലതരത്തിൽ മെന്റലി ഭയങ്കര ആത്മഹത്യ വരെ ചിന്തിക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്കൊരു ഡ്രോമയിലേക്ക് ഞങ്ങൾ രണ്ടുപേരെയും സെയിം കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ചില വാക്കുകളൊന്നും നമുക്ക് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വാക്കുകളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ലൈഫിൽ. അങ്ങനെയാണ് ഞാൻ എറണാകുളത്ത് തന്നെ വരാൻ കാരണം. ഞാൻ ട്രിവാൻഡ്രത്താണ് ഞങ്ങൾ രണ്ടുപേരുടെ വീടും ഫാമിലിയും ഒക്കെ. അങ്ങനെയാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത് അത്രയും വലിയൊരു ഡ്രോമയായിരുന്നു ലൈഫിൽ. അപ്പം അതൊക്കെ സർവേ ചെയ്തു. ഇപ്പം അവരോട് എല്ലാവരോടും സ്നേഹമാണ്, ദേഷ്യം ആരോടൊന്നും ഇല്ല. എല്ലാവരോടും ഞങ്ങൾ സംസാരിക്കാരോടും മിണ്ടാറുണ്ട്. സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്തു, സോഷ്യൽ മീഡിയ നമ്മളെക്കുറിച്ച് മോശം എഴുതിയിട്ടു, നമ്മൾ ചെയ്യാത്ത തെറ്റിന്. എന്നിട്ടും നമ്മൾ അത് അവർക്കുണ്ടായ തെറ്റല്ലേ എന്ന് പറഞ്ഞ് അവർ സോറി പറയുമ്പോൾ തീർന്നു, അത്രേ ഉള്ളൂ. അതിന് കുറച്ച് കാലതാമസം വന്നു. പലരും പല കാലയളവിൽ സോറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേർത്ത് നിർത്തിയവരിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായി. അപ്പൊ അത് തന്നെയാണ് ഇഷാനും എഴുതിയിരിക്കുന്നത്, ഫാമിലി എന്ന് ഉദ്ദേശിച്ചത്. ഓക്കേ, ശരി. റെഡി? അടുത്ത ചോദ്യത്തിലേക്ക് അതും ശരിയായി. ഫാമിലി എനിക്ക് വേടാണ് നിങ്ങൾ ഉത്തരം പറയില്ലെന്ന് വിചാരിച്ചോണ്ട് ഇവിടെ ഗിഫ്റ്റ് വൗച്ചർ ഒന്നും റെഡിയാക്കിയിട്ടില്ല. അത് കുഴപ്പമില്ല, പയ്യെ മേടിച്ചിട്ടേ പോകുന്നുള്ളൂ, സമയമുണ്ട്. റെഡി? ചോദിച്ചോട്ടെ അടുത്ത ചോദ്യം. ഓക്കെ, നിങ്ങളുടെ അച്ചാർ കമ്പനി ഉണ്ടല്ലോ, അതിലെ ഏറ്റവും കൂടുതൽ തവണ വിറ്റ് പോയിട്ടുള്ളത് ഏത് അച്ചാറാണ്? ഉറക്കെ പറയരുത്. ആണോ? മുമ്പേ റെസിപ്പി ഒക്കെ പറയുന്ന എല്ലാം വിറ്റ് പോകുന്ന അച്ചാറാണ്. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഏത് അച്ചാറാ? അതുകൊണ്ട് അവിടെ ആൻസർ എഴുതി കഴിഞ്ഞു. അങ്ങനെ ഡിമാൻഡ് ഉള്ള അച്ചാർ എന്ന് പറഞ്ഞാൽ എല്ലാം നന്നായിട്ട് ഞാൻ ഉണ്ടാക്കൂലേ. ഏതെങ്കിലും ഒരു പേര് എഴുതാം. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഏതാന്ന്? അതെ, ഇങ്ങനെ ജോലിയൊക്കെ ആയിട്ടൊക്കെ പോകുമ്പോഴേ ഇടയ്ക്ക് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അല്ലേ? നോക്കട്ടെ. ഇഷാന്റെ ഉത്തരം ബീഫ് പിക്കിൾ ആണ്. ഓ, കറക്റ്റ് ആയിട്ട് എഴുതിയല്ലോ. ബീഫ് പിക്കിൾ ആയിട്ട് എഴുതി. കാരണം എന്താ, ബീഫ് അന്ന് ബീഫ് ഒന്നും ഇറങ്ങിയിട്ടില്ല അധികം, വളരെ കുറച്ച് പേരെ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയതിൽ ഭയങ്കര ടേസ്റ്റ് ബീഫായിരുന്നു. ബാക്കിയെല്ലാം കോമൺ അച്ചാറുകളല്ലേ, മാങ്ങ, നാരങ്ങ എന്നൊക്കെ പറയുന്നത്. എല്ലാം ഉണ്ട്. ഞാൻ മാങ്ങ, നാരങ്ങ, ഉണക്ക മാങ്ങ, ഞാൻ എന്തെല്ലാം ഉണ്ടാക്കാത്ത ചേമ്പും കായ വെച്ച് വരെ അച്ചാർ ഉണ്ടാക്കും, കോടപ്പൻ വെച്ച് അച്ചാർ ഉണ്ടാക്കും, എല്ലാം ഉണ്ടാക്കും. എല്ലാം എന്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ എന്ത് പച്ചക്കറി ഉണ്ടോ ഞാൻ അതിൽ അച്ചാർ. പാവയ്ക്ക, കൈപ്പയ്ക്ക, തക്കാളി, ഉണക്ക മീൻ, അങ്ങനെയൊക്കെ പല 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 അച്ചാർ. ഇന്ന് അതൊക്കെ കാണുമ്പോൾ ചിരി വരും കേട്ടാ. ഇപ്പൊ ടി വിയിൽ ഒരു പുതിയ അച്ചാർ എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർ പറയുന്നേക്കും, അയ്യോ ഇത് ഞാൻ അന്ന് വിറ്റതല്ലേ എന്ന് ചിന്തിച്ചു. ശരിക്കും പറഞ്ഞാല് ഞങ്ങളുടെ അച്ചാറ് കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ തന്നെ. ആ സമയത്ത് ആ കോവിഡ് ഓൾമോസ്റ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്തല്ലോ. അപ്പൊ ഞങ്ങളുടെ കൊറിയർ സർവീസ് കൂടുതൽ ഉണ്ടായിരുന്നേ. അപ്പൊ ഞങ്ങളുടെ പ്രോഡക്റ്റ് ഒക്കെ കുറെ നാള് മോശമായി. അവിടെ നമുക്ക് ബ്രേക്കപ്പ് ആയി. അങ്ങനെയാണ് ഞാൻ പിന്നെ കണ്ടിന്യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് വലിയൊരു ബ്രാൻഡാണ്. പക്ഷെ ഒരുപാട് പേര് ചോദിച്ചിട്ടൊക്കെ ഞങ്ങൾ ഒരു കടകളിലും വിറ്റിട്ടില്ല, കടകളിൽ കിട്ടില്ല. എന്റെ അതിലെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു, അമ്മയുടെ കയ്യിലെ അതേ രുചി. അമ്മ നമുക്ക് വിഷം തരില്ല, ഞാനും വിഷം തരില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. 2 കെമിക്കൽ യൂസ് ചെയ്യില്ല. എന്റെ അച്ചാർ ഒരാഴ്ചക്കകത്ത് കഴിച്ചു തീർത്തോണം, ഇങ്ങനെ പറഞ്ഞിട്ടാ കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് എന്താ അത് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം അതിൽ കെമിക്കൽ ഒന്നും ചേർത്തില്ലെങ്കിൽ ഇരിക്കാൻ പാടാ. പിന്നെ അടമാങ്ങയൊക്കെ ആണെങ്കിലാണ് വർഷങ്ങളോളം ഇരിക്കുന്നത്. അത് അതുപോലെ നമ്മൾ എടുക്കണം, തിരിച്ചു വെക്കണം. അതൊന്നും ആരും ചെയ്യത്തില്ല. അതുകൊണ്ട് കടകളിൽ നിന്ന് അച്ചാർ വാങ്ങി കഴിക്കാതിരിക്കുക, സ്വന്തമായിട്ട് അറിയാവുന്ന രീതിയിൽ ഉണ്ടാക്കുക, അതിന് അച്ചാറെന്ന് പേരിടുക. റെഡി? അടുത്ത ചോദ്യം. ഇനി 2 ചോദ്യങ്ങളേ ഉള്ളൂ. കറക്റ്റ് ഉത്തരം പറഞ്ഞ് സമ്മാനം കൊണ്ട് പോയിക്കോളൂ. പഠിക്കുന്ന സമയത്ത് സൂര്യ ഏത് വിഷയത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ മിടുക്കി? പെട്ടു. പക്ഷെ ഇല്ലാത്തതൊരു കാര്യമാണ്. ആണോ? പഠിക്കാൻ മിടുക്കിയായിരുന്നു? അല്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല ഇഷാൻ. എന്തെങ്കിലും പക്ഷെ എനിക്ക് ഒരു വിഷയം പെട്ടെന്ന് ചെയ്യാനൊക്കെ പറഞ്ഞാൽ ചെയ്യൊക്കെ ചെയ്യും. അങ്ങനെയൊന്നും പറയരുത്, ഒരു ക്ലൂ കൊടുക്കണ്ട. ഓക്കെ, ഇഷാൻ എഴുതി കഴിഞ്ഞോ? നോക്കട്ടെ, കാണട്ടെ. മലയാളം, കണക്കാണ്. തെറ്റി. വീക്കാണല്ലോ ഇപ്പോഴോ? ഇപ്പൊ വീക്കാ. പണ്ട് കണക്കിലായിരുന്നു മിടുക്കി. പഠിക്കുമ്പോ കണക്ക് ചെയ്യാനായിരുന്നു ഇഷ്ടം.
അത് A²B² ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം എന്തോ മലയാളവും ഇഷ്ടമാണ്. ഈ പറഞ്ഞതാണ് ഞാൻ കവിതയൊക്കെ എഴുതും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തി കുത്തി മലയാളം എന്ന് എഴുതിയ അതാണ് കേട്ടോ. അപ്പൊ പോയി കണക്ക് തെറ്റിപ്പോയി. അതിനെന്താ പനിഷ്മെന്റ് കൊടുക്കുക? ഇതിന്റെ കണക്കേ തെറ്റിപ്പോയി, കണക്ക് തെറ്റിപ്പോയി, മൊത്തത്തിൽ കണക്ക് തെറ്റിപ്പോയി. കുഴപ്പമില്ല. സ്വന്തം കാശുകൊണ്ട് നിങ്ങൾ ഒരു പുതിയ കാർ കൂടി ഇനി വാങ്ങാൻ പോവാനായിട്ട് തീരുമാനിച്ചു. ഏത് കാറായിരിക്കും നിങ്ങൾ വാങ്ങുന്നത്? ഈശ്വര, ഉത്തരം കറക്റ്റ് ആയിരിക്കണേ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഏതായിരിക്കും ഡിസൈഡ് ചെയ്യുക, ഏത് കാർ വാങ്ങാനായിരിക്കും. നോക്കട്ടെ, സൂര്യൻ ആൻസർ നോക്കട്ടെ. ഫോർച്യൂണർ ആണ്. അപ്പൊ പ്രൊഡ്യൂസർ ഗിഫ്റ്റ് കൊണ്ടുവരൂ. ഈ ഫോർച്യൂണർ എന്താന്നറിയോ, ഞാൻ ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ ഇല്ലാത്തൊരു കാര്യമായിരുന്നു കാറ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും അല്ല, എന്റെയും സ്വപ്നത്തിലില്ലായിരുന്നു പണ്ട് കാലത്തെ. അപ്പോൾ ആദ്യമായിട്ട് 2 വീലർ എടുത്തു. എന്നും 2 വീലറിൽ തന്നെ, എവിടെ പോയാലും 2 വീലർ. ഇനി കണ്ണൂർ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങും 2 വീലർ കൊണ്ട്. അങ്ങനത്തെ ഒരാളായിരുന്നു. എല്ലായിടത്തും 2 വീലറിലേ പോകത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ്, പണ്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ അറിയാലോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ. എന്നെ ബസ്സിൽ നിന്നൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട്. സീറ്റിൽ ഇരുന്നെന്ന് പറഞ്ഞു, സ്ത്രീകളെ സീറ്റിൽ ഇരുന്നെന്ന് പറഞ്ഞു, സ്ത്രീകൾ എന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നീ പിറകെ പോടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്ന സമയത്താണ് ഞാൻ 2 വീലർ ആദ്യമായിട്ട് എടുക്കുന്നത്. എനിക്ക് എൻ്റെ ഒരു വലിയ ആശ്വാസമായിരുന്നു 2 വീലർ. എന്ന് വെച്ചാൽ ആരുടെ മുഖം കാണേണ്ട ആവശ്യമില്ല, ബസ് സ്റ്റോപ്പിൽ നിൽക്കണ്ട, പോകുന്ന ആൾക്കാരുടെ മുഖം കാണണ്ട, ബസ്സിൽ കയറിയിട്ട് ആരുടെ അവിടെ വഴക്കുണ്ടാക്കണ്ട, അല്ലെങ്കിൽ എന്നും വഴക്കാണ് എവിടെ പോയാലും. ഈ പണ്ട് ഞാൻ മിമിക്രിയിൽ കളിക്കുന്ന സമയത്ത് പ്രോഗ്രാമിന്റെ വണ്ടി നമ്മൾ നിൽക്കുന്നിടത്ത് നിർത്തില്ല, അവർക്ക് എന്തോ നാണക്കേടാണ് ഞങ്ങളെ എന്നെയൊക്കെ വണ്ടി കയറ്റാൻ. അപ്പോൾ മിമിക്രിയുടെ വണ്ടി കുറേ അങ്ങോട്ടും, അപ്പം ഞാൻ പിറകെ ഓടണം. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ വിചാരിക്കാം ഇവർ അവിടെയല്ലേ നിർത്തുന്നത്, അവിടെ ചെന്ന് നിൽക്കാന്ന് പറഞ്ഞാൽ അവർ വേറെ എവിടെയില്ലെന്ന്. അവരിങ്ങനെ കളിപ്പിക്കും. ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മളെ വണ്ടിയിലേക്ക് കയറ്റാൻ ഭയങ്കര മടി. എന്നിട്ട് പ്രോഗ്രാം സ്ഥലത്ത് എന്നിട്ട് പറയും വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങരുത്, സ്റ്റേജൊക്കെ കെട്ടിയിട്ട് പയ്യെ പിറകെ കൂടെ പോകും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു. അവർക്ക് എന്തോ ട്രാൻസ് കമ്മ്യൂണിറ്റിയോടൊരു അവജ്ഞത പണ്ടേ ഉണ്ടായിരുന്നു, ഇപ്പോഴല്ല കേട്ടോ, തുടക്ക സമയത്ത്. അപ്പോൾ എനിക്ക് കാറിനോടൊന്നും ക്രഷില്ല. അപ്പോൾ വാഹനം 2 വീലർ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്കൊക്കെ ഇതൊന്നും ഓട്ടിക്കാൻ അറിയത്തില്ലായിരുന്നു, സൈക്കിള് പോലും ഓട്ടിക്കില്ലായിരുന്നു. എനിക്ക് എന്തോ വിഷമം. അപ്പൊ ആൾക്ക് വേറൊരു ട്രാജഡി, എന്റെ പിറകിൽ ഇരുന്ന് എപ്പോഴും പോകുന്നു. അപ്പൊ ഇക്ക പറയും ആൾക്കാരുള്ളടുത്ത് കൊണ്ട് നിർത്തരുത്, ഞാൻ കറക്റ്റ് അവിടെ അങ്ങ് നിർത്തും. അപ്പൊ ഇക്ക ബാക്കിൽ ഇറങ്ങും. അപ്പൊ ഇക്കൊക്കെ ഭയങ്കര ചമ്മലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എറണാകുളത്ത് വന്നതിന് ശേഷമാണ് ഇക്ക സൈക്കിള് ചവിട്ടി പഠിച്ചത്. അത് കഴിഞ്ഞ് 2 വീലർ, പിന്നെ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്തു, 2 വീലർ പഠിച്ചു. 2 വീലർ പഠിച്ചു കഴിഞ്ഞിട്ട് വണ്ടി പഠിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. ശരി, അപ്പൊ ഞാൻ പറഞ്ഞു ഇക്ക വണ്ടി പഠിക്കുകയാണെങ്കിൽ ഞാൻ കാർ എടുത്ത് തരും, ഇക്കയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു. ഇങ്ങനെ വെറുതെ തമാശ. ഒരു ദിവസം ബസ് KSRTC ബസ്സിൽ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട്, അന്ന് ഞാൻ ഡോറ അക്കാഡമി പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കാനായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഫോൺ ഇരുന്നേടി ഞാൻ H പാസ്സായി. അയ്യോ എനിക്ക് തലകറക്കം വന്നു, വണ്ടി മേടിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ആദ്യം 2 വീലർ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബർത്ത്ഡേക്ക് 2 വീലർ ഗിഫ്റ്റ് ചെയ്തു. സർപ്രൈസ് ആയിരുന്നു. ഇത് കാറും അതുപോലെ തന്നെ ഞങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് കാറാണ് ഫസ്റ്റ് എടുത്തത്. അത് ഇപ്പോഴും അതാണ് കയ്യിലുള്ളത്, ബലാന. അപ്പൊ അതെടുത്തു. അപ്പൊ ഇപ്പോ കാറില്ലാതെ ഒരിടത്തും പോകാൻ വയ്യ, എവിടെ പോയാലും കാറ്. ഞാൻ ഇങ്ങനെ നീ ആ 2 വീലർ ഒന്ന് മൈൻഡ് ചെയ്യണമെന്ന്, ഓഫ് കാറിൽ പോവാ, മഴയല്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പറയും. അപ്പൊ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എപ്പോഴും കാറിൽ കയറി ഇരുന്നിട്ട് ഞാൻ പറയും ഈ കാർ കൊഞ്ഞ് താന്നാണ്, അല്ലെങ്കിൽ വലിയ കാർ വേണം. അപ്പൊ അതെപ്പോഴും ഈ ഒരു സ്വപ്നമാണല്ലോ, നമ്മളെപ്പോഴും കുറച്ചും കൂടി അപ്ഗ്രേഡ് ആകാൻ നോക്കും. അങ്ങനെ വിചാരിച്ചാലേ ഇതെങ്കിലും കിട്ടുള്ളൂ ഞാൻ വിചാരിക്കുള്ളൂ, സ്വഭാവമാണല്ലോ. അപ്പൊ ഞാൻ എപ്പോ പോയാലും എന്റെ ഫ്രണ്ടിൽ പോകുന്ന എനിക്ക് ഫോർച്യൂണറുകളാണ്. ഫോർച്യൂണർ പോകുമ്പോ എന്തോ കുതിര വന്ന് ഇങ്ങനെ നിൽക്കുന്ന രഥത്തിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങും പോലെ. അങ്ങനെ മമ്മൂസിന് ഫോർച്യൂണറാണ്. മമ്മൂസിന്റെ ഫോർച്യൂണറിൽ എപ്പോഴും ഞാൻ യാത്ര ചെയ്യാറുണ്ട്, കൂടെ പോകാറൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ചാടിയാണ് ഞാൻ ഇറങ്ങുന്നത്, ഇച്ചിരി പൊക്കമുള്ള വണ്ടിയല്ലേ. അപ്പൊ എനിക്ക് ഈ പൊക്കമുള്ള വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇക്കടുത്തോണ്ട് രഥത്തിൽ ഇരിക്കുന്ന ഫീലാണ്. മൈൽ സ്റ്റോൺ ഇവന്റ്സിന്റെ ഗിഫ്റ്റ് കൂടെ അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഫോർച്യൂണർ വാങ്ങാൻ പറ്റും. അവര് ഫോർച്യൂണർ ആണ് തരുന്നത്? അല്ല, മേടിക്കും. ഫോർച്യൂണർ ഞാൻ മേടിക്കും. അപ്പൊ ഇപ്പൊ ഉള്ള താമസിക്കുന്ന വീട്ടില് അത് കയറ്റാനുള്ള സ്ഥലമില്ല. അപ്പൊ ഇക്ക പറഞ്ഞ് വീട് ഇടിക്കാം, അങ്ങനെ പറയും. ഫോർച്യൂണർ പറയും. അപ്പൊ എപ്പോ കണ്ടാലും ഫോർച്യൂണർ കാണുമ്പോ എനിക്ക് എന്തോ ആവേശമാണ്, ഞാൻ ഫോർച്യൂണർ മേടിക്കട്ടെ. അപ്പൊ ഇക്ക പറഞ്ഞ എത്രയാണെന്ന് അറിയുമോ? ഞാൻ മേടിക്കാം.
വെറും 9 ലക്ഷത്തിനുള്ളിൽ ഒരു ഫോർച്യൂണർ കിട്ടും. സൂര്യന് വളരെ സിമ്പിൾ ആയിട്ടാ പറയാ ഞാൻ എല്ലാ കാര്യവും. എല്ലാ കാര്യവും ഇപ്പൊ നമ്മൾ നല്ല വിഷമത്തിൽ ഇത്തിരി കടം കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ഇച്ചിരി പൈസക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ദൈവം തരും, ദൈവമല്ലേ തരും എല്ലാവരും പറയും. കടമൊന്നുമില്ല കേട്ടോ. ഇല്ല പറയും അങ്ങനെ. ഞാൻ പറയാം അവര് തരും, അവര് തരൂന്നല്ലേ പറയുന്നേ. തരും. ഇങ്ങനെ ഒരു പോസിറ്റീവ് ചെയ്ത് ഇപ്പൊ ഫോർച്യൂണർ എന്റെ അടുത്ത് പറയുന്ന ഇപ്പൊ 1 കോടിയുടെ വണ്ടി കണ്ടിട്ട് എന്റെ അടുത്ത് പറയാം അത് 1 കോടി രൂപ അടി എന്ന് പറയാം. 1 കോടി അല്ലല്ലോ. അങ്ങനെ അല്ല, ലൈഫിനെ നമ്മൾ വളരെ Easy പോസിറ്റീവ് ആയിട്ട് ആയിട്ട് ഞാൻ കാണണം. അങ്ങനെയാണ്. അപ്പോൾ നമുക്കെല്ലാം നേടാൻ പക്ഷെ പറ്റും. ആൾക്ക് ഭയങ്കര ടെൻഷൻ. ഇപ്പൊ നിങ്ങൾ നേടിയത് എന്താണെന്നൊന്നും അറിയണ്ടേ, എന്ത് സമ്മാനം കിട്ടുന്നൊന്നും അറിയണ്ടേ? പറയും. ഈ കഥകൾ മാത്രം ഇല്ല എന്തോ ഇവന്റ് നടത്തി തരുമെന്നോ പറഞ്ഞു. ഇനി അങ്ങനെ പറയൂല. അല്ല എന്താണെന്നറിയോ, മൈൽ സ്റ്റോൺ ഇവന്റ്സിന്റെ വക മൈൽ സ്റ്റോൺ ഇവന്റ്സ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഇവന്റിലെ മണവാട്ടിനെ അണിയിച്ചൊരുക്കുന്നത് സൂര്യയായിരിക്കും. താങ്ക് യു. അവിടെ നിന്ന് അങ്ങോട്ട് ബാക്ക് ടു ബാക്ക് മൈൽ സ്റ്റോൺ ഇവന്റ്സ്, ഒരുപാട് ബാക്ക് ടു ബാക്ക് ഇവന്റ്സ് ചെയ്യുന്നു. എല്ലാ ഇവന്റിലും എല്ലാരും പറയുന്നു സൂര്യ തന്നെ ഞങ്ങളുടെ മണവാട്ടിനെ ഒരുക്കണം. അങ്ങനെ സൂര്യ പൈസ ഇങ്ങനെ ഒരുപാട് ഉണ്ടാക്കണോ, എന്നിട്ട് പോയി ഫോർച്യൂണർ വാങ്ങുന്നു. ഫോർച്യൂണർ മേടിച്ചില്ലെങ്കിലും ബാർക്ക് കിട്ടിയാ മതി. ഇല്ല, ഇനി എന്റെ സ്ലൈറ്റും ബോർഡും ഒക്കെ സംഭവങ്ങളൊക്കെ തരും. താങ്ക് യു. എല്ലാം കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. അപ്പൊ താങ്ക് യു മൈൽ സ്റ്റോൺ അല്ലേ. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ എനിക്ക്